റാസൽ ഖൈമിലെ ഫാം സ്റ്റേയും അലങ്കാര മത്സ്യങ്ങളെ വളർത്തുകയും അവയെ ബ്രീഡ് ചെയ്ത് വിപണനം നടത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലത്തേക്കാണ് ദേശസഞ്ചാരി നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ദേശസഞ്ചാരിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മരുഭൂമിയുടെ നടുക്ക് മരങ്ങളാൽ, അതും നല്ല മുരിങ്ങ മരങ്ങൾക്കിടയിലാണ് ഈ ഫാം സ്റ്റേ സ്ഥിതി ചെയ്യുന്നത്. മിതമായ നിരക്കിൽ 3 കുടുംബങ്ങൾക്ക് ഒരു ദിവസം താമസിച്ച് അടിച്ചു പൊളിച്ചു പോകാനാകും. കുട്ടികൾക്കുള്ള വിനോദ കാര്യങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ. വീടിന്റെ മുറ്റത്ത് കല്ലുകൾ പാകിയ നടപ്പാത, വശങ്ങളിൽ പുല്ല് വിരിച്ച് മോടി പിടിപ്പിച്ചിരിക്കുന്നു. ഇതിന്റെ നടത്തിപ്പുകാരൻ പ്രവീണാണ്. കൂടാതെ അദ്ദേഹത്തിന്റെ സഹായിയായിട്ട് പകൽ 2 പേരും രാത്രി മറ്റു 2 പേരും ഉണ്ടാകും. വലിയ റൂമാണ്, സെറ്റപ്പ് റൂമാണ്. ഇരിക്കാൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഇതൊരു ബെഡ്റൂമാണ്. ഫാമിലിക്ക് കബോർഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, അടിപൊളിയായിട്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സറൗണ്ട് ഏരിയ മുഴുവൻ കാണാം സുഖമായിട്ട്. ബാത്റൂം, ഇതൊരു കോമൺ ബാത്റൂം വാഷ്റൂം ഒക്കെയാണ്. ഇത് അയൺ ബോക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് സെറ്റപ്പായിട്ട്. കബോർഡ് ഒക്കെ ഉണ്ട്. നമ്മുടെ ഈ ഫാമില് ഇപ്പോ നിങ്ങളിപ്പം സ്റ്റേ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഈ വീട് പിന്നെ എത്ര ഏക്കറുണ്ട് ടോട്ടൽ? ഇത് ടോട്ടൽ ഫാം വരുന്നത് 20 ഏക്കറാണ്. ഫാം വരുന്നത് നമുക്ക്. അതില് നമുക്ക് പച്ചക്കറി കൃഷികള്, പിന്നെ അതുപോലെ തന്നെ അലങ്കാര മത്സ്യങ്ങള്, കഴിക്കാനായിട്ട് ഫിഷുകള്, പിന്നെ താറാവ്, പ്രാവ്, ഇതെല്ലാം കൂടിയായിട്ടുള്ളൊരു കൃഷിയാണ് നമ്മുടെ ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു ഫാം സ്റ്റേ എന്ന രീതിയിലാണ് ഈ വീട് നമ്മുടെ ചെയ്തിരിക്കുന്നത്. അപ്പൊ കുറച്ച് ആളുകൾക്ക് ഇപ്പൊ ഫാമിലി ആയാലും ബാച്ചിലേഴ്സ് ആയാലും വന്നു കഴിഞ്ഞാല് വന്ന് സ്റ്റേ ചെയ്തിട്ട് ഒരു 1 ഡേ വന്ന് സ്റ്റേ ചെയ്ത് ആ സ്റ്റേയിൽ നമുക്ക് അവർ വന്ന് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഫിഷിനെ, അതായത് പലങ്കര മത്സ്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ഫിഷുകളെ എങ്ങനെയാണ് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്, ആ കുട്ടികളെ എങ്ങനെ നമ്മൾ പരിപാലിക്കണം, അതുപോലെ തന്നെ പച്ചക്കറി ആണെന്നുണ്ടെങ്കിൽ വിത്തിട്ട് ഹാർവസ്റ്റ് ചെയ്യാൻ വരെയുള്ള കാര്യങ്ങൾ ഇവർക്ക് അതിനെ കുറിച്ചുള്ള നോളജും കാര്യങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുകയും, അതാണ് ഇവിടെ നമ്മൾ ഈ ഫാം സ്റ്റേ കൂടിയായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോ ഈ വീട്ടില് 3 ബെഡ്റൂം, അതെ അതെ, 3 ഫാമിലി മാക്സിമം സ്റ്റേ ചെയ്യാൻ പറ്റും. ഫുഡ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഫുഡ് നമ്മ എക്സ്ട്രാ വേറെ ഫുഡ് നമ്മ ചെയ്ത് കൊടുക്കണ്ട, അതിന് എക്സ്ട്രാ ചാർജ് വരും. അല്ലെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ? കുക്ക് ചെയ്യാനുള്ള നമുക്കിപ്പോ കിച്ചണിലാണെന്നുണ്ടെങ്കിൽ ഗ്യാസ്, അടുപ്പ്, ഫ്രിഡ്ജ് കാര്യങ്ങളുണ്ട്. അവർക്ക് തന്നെ വന്ന് കുക്ക് ചെയ്യാം. ഇപ്പൊ വരുന്നവര് പലരും വന്ന് കുക്ക് ചെയ്ത് അവര് തന്നെ കുക്ക് ചെയ്ത് കഴിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മ ചെയ്തു കൊടുക്കും. അങ്ങനെ അത് ഓരോ കസ്റ്റമേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മൾ പുറത്ത് കാണുന്ന ആ ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഇവർ അലോഡ് ഉള്ളതാണ് നമുക്ക്? അതെ അതെ, ഇപ്പൊ ഇതിന്റെ ഫ്രണ്ട് ഫുള്ള് നമുക്ക് ഗ്രില്ല് കാര്യങ്ങൾ ചെയ്യാം. അതിനുള്ള എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾ എത്ര ചാർജ് ചെയ്യുന്നതിന്? ഇതിപ്പോ നമുക്ക് 1000 dirhams. അതിപ്പോ എത്ര പേരെന്നുള്ളതില്ല. ഒരു പാർട്ടി നമുക്കൊരു മജ്‌ലിസും ഒരു പാർട്ടി നടത്തുകയാണെങ്കിൽ 3 ഫാമിലിയിൽ കൂടെ അപ്പൊ അതനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫുഡ് കാര്യം പുറത്ത് അറേഞ്ച് ചെയ്യണമെങ്കിൽ അതിന്റെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അത് ഓരോ പാർട്ടി അനുസരിച്ച്. ഈ ഒരു ഡേ എന്ന് പറയുമ്പോൾ 24 hours. സാറ്റർഡേ വരെയാണെങ്കിൽ ഇപ്പൊ സാറ്റർഡേ ഈവനിങ് ഒരു 4 o'clock 5 o'clock വന്നു കഴിഞ്ഞാൽ സൺഡേ ഈവനിങ്ങിൽ 5 o'clock. പിന്നെ ഇത് എത്ര വർഷമായി? ഇതിപ്പോ ടോട്ടൽ ഇപ്പൊ 3 വർഷം കഴിഞ്ഞു, 3.5 വർഷമാണ്. ഫിഷ് ഫാമിംഗ് ടോട്ടലായിട്ടാണോ? അല്ല, ടോട്ടലായിട്ട് ഫാം എടുത്ത് ഇപ്പൊ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നെ ഇതേപോലെ റെഡി ആക്കി വന്നതാണ്. നിങ്ങളിവിടെ എന്തായാലും? ഞാൻ തൃശ്ശൂരാണ് എന്റെ നാട്. പ്രബിൻ പേര്. പിന്നെ ഇവിടെ ഇപ്പൊ ടോട്ടല് ഫിഷിലാണെന്നുണ്ടെങ്കിൽ നമ്മ 4 പേര് വർക്കേഴ്സ് ഉണ്ട്. പച്ചക്കറിയിൽ ഒരു 6 പേര്, ടോട്ടൽ 10 പേരാണ് വർക്കേഴ്സ് ഉള്ളത്. ഈ ഫാം ആരാണ്? നിങ്ങൾ തന്നെയാണ് നടത്തുന്നത്? മലയാളീസ് നിങ്ങൾ മാനേജറായിട്ട്?
പൊന്നോണം വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഫാം ഒന്ന് കണ്ടിട്ട് വരാം. ഈ ഫാമിന് ഒരു പേരുണ്ടാവില്ലേ? നമുക്ക് റാക്ക് ഫാം ആൻഡ് സ്റ്റേ ഗൂഗിൾ അടിച്ചാൽ ഗൂഗിളിൽ കിട്ടും. അതിൽ ലൊക്കേഷൻ ഫോട്ടോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളും എല്ലാം അത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. നോക്കൂ, ചുറ്റുപാടും മരുഭൂമിയാണ്. ഒരാളും നിങ്ങളെ ശല്യപ്പെടുത്താൻ വരില്ല ഇവിടെ. കല്ലുപാകി വൃത്തിയാക്കിയിട്ടിരിക്കുന്ന നടപ്പാതയിലൂടെ നടന്ന് താഴത്തേക്ക് ഇറങ്ങി ചെന്നാൽ ഒരു പറ്റം പ്രാവുകളുടെ സങ്കേതമാണ്. വിശാലമായ വലിയ കൂട്, അതിൽ പറന്നു നടക്കുന്ന നല്ല തൂവെള്ള നിറത്തിലുള്ള പ്രാവുകൾ. പുറത്ത് കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഊഞ്ഞാലൊരുക്കിയിട്ടുണ്ട്, ഇരിക്കാൻ കസേരയും. ചെറിയ ഒരു പാർട്ടിക്ക് പറ്റിയ ഒരു ഹാൾ പുറത്തൊരുക്കിയിട്ടുണ്ട്. പടവുകൾ കയറി മുകളിലേക്ക് ചെന്നാൽ ഇരിക്കാനുള്ള സൗകര്യം. വൈകുന്നേരങ്ങളിൽ ആവി പറക്കുന്ന ഒരു സുലൈമാനിയുമായി വന്നിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് സല്ലപിച്ചിരിക്കാം ഇവിടെ. നോക്കെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന മരുഭൂമിയുടെ നടുക്കാണ് ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ചിക്കൻ ഗ്രില്ല് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ബീഫ് ഗ്രില്ല് ചെയ്യണമെങ്കിലോ അതിനുള്ള സൗകര്യങ്ങളും അതിനുള്ള ഉപകരണവും എല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതെല്ലാമുള്ള RAK ഫാം സ്റ്റേ ആണിത്. ഫുഡ് പ്രതീക്ഷിച്ച് തന്നെ ആയിരിക്കില്ലേ പുള്ളി? ഇതിന് തലയൊക്കെ മുളച്ചിരിക്കണ ഒരു വേറൊരു വെറൈറ്റി ആണ്. ഓ അത് ശരിയാ. ഫിഷിന്റെ പേരുകൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ കോമറ്റ് ഉണ്ട്, പിന്നെ റെഡ് ക്യാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾഡ് ഫിഷ് ഉണ്ട്. മെയില് ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് വരാത്തത് പറയാം. മുകളിലേക്ക് വരാത്തത് ഫുഡ് കൊടുക്കാതെന്നാണോ? പുതിയ ആൾക്കാരെ കാണുന്നുണ്ടാവും കറുത്തിരിക്കുന്നത്. അല്ല, അതിന്റെ വെയിലുണ്ട്. ഫുഡ് കൊടുക്കാൻ പോണേ മീൻ. പാക വിശന്ന് പരവേശം പിടിച്ചിരിക്കുകയാണ് മീൻ. വരുമെന്ന് നോക്കാം. പിണങ്ങിയിരിക്കുക, ആളെനക്കം കാരണം പേടിച്ച് മാറിയിരിക്കുകയാണ്. പിണങ്ങിയിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. നമ്മ പോയി കഴിയുമ്പോ എല്ലാരും കൂടി വലിയ മീനാണല്ലേ വരാത്ത മുള്ളോട്ട്. അത് പേടിക്കുന്നുണ്ട്. അത് കൊടുത്തിട്ടില്ല ഫീഡ്. അത് ഇത് ഫീമെയിൽസ് ആണ്. ഇതിന്റെ മെയിലാണ് ഈ ടാങ്കിൽ കിടക്കണ. ഇതെല്ലാതും ഇതിന്റെ മെയിൽസ്. ഇതിനെ സെപ്പറേറ്റ് മാറ്റിയിട്ടിരിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ തണുപ്പ് ടൈമുകളിലാണ് നമ്മൾ ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത്. ഇവരെ കുട്ടികൾ അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇത് എല്ലാ മാസവും നമ്മൾ ഒരു മന്ത്ലി ഒരു പ്രാവശ്യം നമ്മൾ ഇവരെ ബ്രീഡ് ചെയ്യിപ്പിക്കും. ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് സാധാരണ നാച്ചുറൽ ബ്രീഡിങ്ങും ഉണ്ട്. നാച്ചുറൽ ബ്രീഡിങ് അത്യാവശ്യം, അതായത് ഒരു ടെമ്പറേച്ചർ തണുപ്പ് വേണം. അത് ആ ടൈമിൽ ഇവർ നന്നായി എഗ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ സാധാരണ നാച്ചുറൽ ബ്രീഡിങ്ങിൽ എഗ് കുറച്ച് കുറവായിരിക്കും. നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോർമോൺ ഉണ്ട്. ആ ഹോർമോൺ നമുക്ക് ഇവർക്ക് ഇഞ്ചെക്ട് ചെയ്ത് ഇതുപോലെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്തിട്ട് എഗ് റിലീസ് ചെയ്യിപ്പിക്കുന്നത് ചെയ്യാം. അത് അങ്ങനെ കുട്ടികളെ കളക്ട് ചെയ്ത് എഗ്ഗാണ്. ഒരു നെറ്റ് ഉണ്ട്, ആ നെറ്റ് ഇട്ടിട്ട് അതിൽ എഗ് കളക്ട് ചെയ്തിട്ട് കുട്ടികളെ നമ്മൾ സെപ്പറേറ്റ് അതിലിട്ട് വലുതാക്കി ചെയ്തെടുത്ത് റേസ് ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യും. കോഴിക്കാർപ്പാണ്. ജാപ്പാനീസ് അല്ല, നോർമൽ കോഴിക്കാർപ്പ്. അതിൻ്റെ തന്നെ പല പല വെറൈറ്റീസ്. ഈ ടാങ്കിൽ നമുക്ക് മെയിൽസ്, ഇതിൽ ഫീമെയിൽ. മിൽക്കി വൈറ്റ് ഉണ്ട്, ജെറ്റ് ബ്ലാക്ക് ഉണ്ട്, ട്രൈ കളർ ഉണ്ട്, വെയിൽ ടൈൽ ഉണ്ട്, പല പല വെറൈറ്റീസ് ഉണ്ട്. അത് പക്ഷെ നമ്മൾ ടാങ്കുകളുടെ എണ്ണം കുറവായതുകൊണ്ട് ഇവിടെ മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആക്കിയിട്ട് നമ്മൾ ഇവരെ ബ്രീഡ് ചെയ്യിക്കുമ്പോൾ ഈ ഓരോരോ വെറൈറ്റിയുടെ മെയിലും ഫീമെയിലും എടുത്തിട്ട് നേരത്തെ ഗോൾഡ് ഫിഷിന്റെ പറഞ്ഞ പോലെ തന്നെ സെയിം പ്രോസസിങ് ഇവരെ ഇഞ്ചെക്ട് ചെയ്തിട്ട് നമ്മൾ ഇവരെ എഗ് റിലീസ് ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ടാണ് അവിടെ ബ്രീഡ് ചെയ്തിട്ട്. വന്നിട്ട് പേടിച്ച് പോവുക. പേടിച്ച് ഇത് സീബ്ര എന്ന് പറഞ്ഞ സീബ്ര. അതിന്റെ തന്നെ പിങ്ക്, ഗ്രീൻ, ഓറഞ്ച്, മുട്ട ഇടുന്നതാണ്. ഇത് ബ്രീഡിംഗ് അല്ല, ബ്രീഡിംഗ് ഇല്ലാതെ ഇത് ഇതിന്റെ ഫീമെയിൽ മെയിലൊക്കെ ഉണ്ട്. അത് നമ്മൾ ഈ തണുപ്പ് ടൈമിൽ തന്നെ, ചൂട് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വെള്ളം തണുക്കാൻ വേണ്ടി ഐസ് ഇട്ടുള്ളൂ. ഇത് എങ്ങോട്ടാണ് കൊടുക്കുന്നത്? ഇതിപ്പോൾ ലോക്കലായിട്ട് തന്നെ ഇവിടെ റാസലിയുണ്ട്. ഇതിൽ തന്നെ UAE അബുദാബി ഇവിടെ വന്ന് ആൾക്കാർ മേടിച്ചിട്ട് പോകാം. ഇവിടെ വന്ന് മേടിക്കുന്നുണ്ട്. വന്ന് മേടിക്കുമ്പോൾ നമുക്ക് സ്റ്റേക്ക് എല്ലാവരും സെയിം പൈസ.
അപ്പോൾ ഇതിൻ്റെ ബ്രീഡിംഗ് സിസ്റ്റം ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ? അതെ. അപ്പോൾ നാട്ടിലെ ടെമ്പറേച്ചർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അധികമായി ചൂടുള്ള സമയങ്ങളും അധികമായി തണുപ്പുള്ള സമയങ്ങളും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബ്രീഡിംഗ് എങ്ങനെ നടക്കുന്നത്? ഇപ്പോൾ ശരിക്കും അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക്. നാട്ടിലത്തെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നാട്ടിൽ ക്ലൈമറ്റ് എന്തായാലും ഒരു 28-29 നമുക്ക് ടെമ്പറേച്ചറിനെ മെയിൻറ്റെയിൻ നിർത്താൻ പറ്റും. ഇവിടെ നമുക്ക് ചൂട് വരുമ്പോൾ വെള്ളത്തിൽ ശരിക്കും 30-32 ഡിഗ്രി വരെ നമുക്ക് വെള്ളത്തിൽ ചൂട് വരും. മീനുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അത്. നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി എക്സ്ചേഞ്ച് കൊടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ടെമ്പറേച്ചർ ഒന്ന് ക്ലിയർ ചെയ്യും. ബോർവെല്ലുള്ളതാണ് ഇവിടെ. വെള്ളത്തിന് കുറച്ച് തണുപ്പുണ്ടാകും. അപ്പോൾ അതൊന്ന് ഡെയിലി ഒരു 50% വെള്ളം മാറ്റിയിട്ട് 50% വെള്ളം ആഡ് ചെയ്ത് കൊടുക്കും ഫിഷിനെ. അത് നമുക്ക് നിലനിർത്താൻ വേണ്ടി. നോർമൽ ക്ലൈമറ്റ് എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ടാവും ഇവിടെ? ആ ഒരു ഇതിൽ കീപ്പ് ചെയ്യാം. പക്ഷെ നമുക്ക് ബ്രീഡിങ്ങിന് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് തണുപ്പ് ടൈമിൽ നമുക്ക് ബ്രീഡിങ് നടത്താൻ പറ്റും. പക്ഷെ ഇവർക്ക് ഗ്രോത്ത് കയറില്ല. ഇവർക്ക് ഗ്രോത്ത് തണുപ്പ് സമയത്താണ് ശരിക്കും മീനുകൾ ബ്രീഡ് ചെയ്യുക. തണുപ്പിലാണ് നമുക്ക് ഇവർ ബ്രീഡ് ചെയ്യുക കൂടുതലും. അതായത് പല വെറൈറ്റിയും പല ടൈമാണ്. നമുക്കിപ്പോൾ ഫൈറ്ററൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലും ചൂട് ടൈമിലാണ് നമുക്ക് ബ്രീഡിങ് സക്സസ്ഫുള്ളായി കിട്ടണത്. തണുപ്പിൽ അങ്ങനെ ബ്രീഡിങ് കിട്ടാറില്ല നമുക്ക്. അവസാനത്ത് ഈ കോഴിക്കാർപ്പ്, ഗോൾഡ് ഫിഷ്, സീബ്ര ഇതെല്ലാതും നമുക്ക് തണുപ്പിൽ നന്നായിട്ട് ബ്രീഡ് ചെയ്യാം. നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ അത് ചൂടിൽ നമുക്ക് റിസൾട്ട് കുറവായിരിക്കുള്ളൂ. ഈ ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ഞങ്ങൾ ചെറിയ ഒരു പാത്രത്തിനകത്തിട്ട് മീനും കുട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ സാരി വല ചെറിയ മീൻ അതൊക്കെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ വരുന്നതാണ്. അതെ, അങ്ങനെയല്ല. ഇതിന്റെ ബ്രീഡിംഗ് എന്ന് പറയുമ്പോൾ വലിയ ക്രിട്ടിക്കലാണെന്ന് കേട്ടിട്ടുണ്ട്. ഇവരെ അതാ ഞാൻ പറഞ്ഞില്ലേ, നമുക്കിത് നമ്മൾ ചെയ്യണത് നമ്മൾ ഈ ഇഞ്ചെക്ട് ചെയ്ത് ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ട എഗ് കളക്ട് ചെയ്യണത് നമ്മൾ ഒരു സിറിഞ്ചിൽ ഇവരെ ഹോർമോൺ എടുത്തിട്ട് അത് ഇവരെ ശരീരത്തിൽ ഇഞ്ചെക്ട് ചെയ്തിട്ട് എഗ് പറഞ്ഞാൽ ഒരു ടെക്നീഷ്യന് മാത്രം കഴിയുന്ന. അതായത് കറക്റ്റായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അത് ഫിഷുകൾ ഡെഡായി വരെ പോവാം. കറക്റ്റ് ഡോസേജ് അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസിലൂടെ തന്നെ നമുക്ക് പറ്റുള്ളൂ, അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കേട്ടിട്ടുണ്ട് ഗോൾഡ് ഫിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ മാനുവലി ചെയ്യുന്ന അല്ലാതെ അതായിട്ട് കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അതെ അതെ, അതാ ഈ നോർമൽ ബ്രീഡിങ് ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ ബ്രീഡിങ് ആകുമ്പോൾ എഗ് കുറവായിരിക്കുള്ളൂ കേട്ടോ. നമുക്കത് എഗ് കൂടുതൽ കിട്ടണം നമുക്ക് ഇവിടെ. പിന്നെ നമ്മുടെ ഈ ഓക്സിജൻ ഇങ്ങനെ ഇളകുന്ന ഇളകിക്കൊണ്ടിരിക്കുന്നുണ്ടോ? ഇത് ശരിക്കും ഇത് ഓക്സിജൻ അല്ലത്, ഇത് ശരിക്കും എയറാണ്. ഇത് ജസ്റ്റ് വെള്ളം ഇളകുമ്പോൾ ഇവർക്ക് വെള്ളത്തിൽ ഓക്സിജൻ കിട്ടണം. നമ്മൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ഓക്സിജൻ കൊടുക്കുന്നുണ്ട്. ഈ സമ്പ്രദായമാണോ? ഇതിപ്പോ നമുക്ക് എന്താ വെച്ചാൽ ഇതിപ്പോ ഇതിൽ ടാങ്കിൽ ഫിഷ് നമുക്ക് കുറവാണ്. നമ്മൾ ഹൈ ഡെൻസിറ്റി ഫിഷ് ഇടുമ്പോൾ അതിനനുസരിച്ചുള്ള ഈ വെള്ളം ഇളകും തോറും വെള്ളത്തിൽ ഓക്സിജന്റെ കണ്ടന്റ് കൂടും. ഇപ്പോൾ കടലിൽ കണ്ടല്ലേ വെള്ളം ഇളകണ കണ്ടിട്ടില്ല? വെള്ളം ഇളകുമ്പോൾ എങ്ങനെയാണ് അതിലങ്ങനെ ഓക്സിജൻ, അതിൽ ഡയറക്റ്റ് ഓക്സിജൻ കൊണ്ടുപോയി ഒന്നിട്ടിട്ടില്ല. വെള്ളം ഇളകും തോറും വെള്ളത്തിൽ ഓക്സിജന്റെ കണ്ടന്റ് വരും. അതായത് ശരിക്കും പ്യുവർ ഓക്സിജൻ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. സിലിണ്ടർ ഉണ്ട് നമ്മളിൽ. അതായത് പെട്ടെന്ന് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓക്സിജൻ അത് സിലിണ്ടർ ഉണ്ട്, നമുക്ക് ഉള്ളിലുണ്ട്, നമ്മൾ മാറ്റി ചെയ്യണം. അത് എന്തെങ്കിലും ഫിഷുകൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഓക്സിജൻ നമ്മൾ വെള്ളത്തിൽ കൊടുക്കും. നമ്മളിപ്പോൾ ഇത് ഡ്രൈനേജ് പൈപ്പുകളൊക്കെ ഉണ്ടാവും, ഈ PVC പൈപ്പുകളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ ബാക്കിൽ ഒരു വാൽവ് ഉണ്ടാവും, വാൽവ് തുറന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം പോയിക്കോളും. അതിൽ ഹോളും ഉണ്ട്, നെറ്റും കിട്ടിയാണ്ട് പോയിക്കുന്നത്. വലിയ ഫിഷുകൾക്കാണെന്നുണ്ടെങ്കിൽ നെറ്റ് വെക്കില്ല, ജസ്റ്റ് ആ വാൽവ് തുറന്നു കഴിഞ്ഞാൽ വേസ്റ്റ് പോയിക്കോളും. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ സൈഫൺ ചെയ്യും, പൈപ്പ് ഇട്ടിട്ട് വാക്യൂം ചെയ്യണം. അതുപോലെ തന്നെ ഇതെല്ലാം സൈഫൺ ചെയ്തിട്ട് പുതിയ വെള്ളം. ഇത് 24 hour നമുക്കൊരു ഡ്യൂട്ടി വരുന്നത്. നൈറ്റിലും ഡ്യൂട്ടി ഉണ്ട്. നൈറ്റിലാണ് എക്സ്ചേഞ്ച് കൊടുക്കുക. ഡേയിൽ ഫീഡിങ്, ഗ്രേഡിങ് അങ്ങനത്തെ വർക്കുകൾ, പിന്നെ ബ്രീഡിങ്ങിൻ്റെ കുട്ടികളെ കെയറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡേയിൽ ചെയ്യും. നൈറ്റ് വാട്ടർ എക്സ്ചേഞ്ച് വർക്ക്. കേട്ടെ നല്ല തണുപ്പ് പിടിച്ച എത്ര ഫിഷ് ഉണ്ടാവും? ഇത് ഏകദേശം 2000 പേര് മാത്രം. ഏകദേശം ഒരു 8-10 വെറൈറ്റി നമുക്കിവിടെ ചെയ്യാൻ പറ്റും. പല വെറൈറ്റി ആയിട്ട് 50,000. പല ഫിഷിന്റെ ഇതായിട്ട് 50,000 ഉണ്ടെന്ന്. അല്ല, നമ്മളിത് സെയിൽസിന്റെ ആ ടൈമിൽ മാത്രമേ കൗണ്ടിങ് ചെയ്യുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഗ്രേഡിംഗ് ആണ്. ഈ ഫിഷുകൾ ഇതിപ്പോൾ കുട്ടികളിപ്പോൾ നമുക്കൊരു 1000 പീസ് കുട്ടികൾ നമുക്ക് എഗ് ചെയ്ത് ഫ്രീസിമായി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ തന്നെ പലതും പല സൈസ് ആയിരിക്കും. ഒരു 50% ഫിഷുകൾ പെട്ടെന്ന് നല്ല ഗ്രോത്ത് കയറും. ബാക്കി ഒരു 50% എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം, പിന്നെ ഏറ്റവും ലോലായിരിക്കും. ഇത് മീനുണ്ടെന്ന് തന്നെ അറിയാൻ പറ്റില്ലല്ലോ. ഇത് ബ്ലാക്ക് കണ്ടില്ലേ അവിടെ, അതിന്റെ കുട്ടികളാണ്. ഇത് ബ്ലാക്ക്. ഇത് ഈ മുകളിലത്തെ ഫുൾ ബ്ലാക്കിന്റെ ബ്ലാക്ക് ആണോ? വേറെ തിരിച്ചിട്ടേക്കാം. ഇതിന്റെ ഇത് കൂടാതെ തന്നെ അവിടെ ഉണ്ട് വേറെ. വൈറ്റിന്റെ വൈറ്റ് ആണ്. ഇതിൽ നമ്മൾ ഫീഡ് കൊടുക്കുന്നത് ആർട്ടീമിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ് ഉണ്ട്.
ആ എഗ്ഗ് നമ്മൾ ഹാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഫീഡായിട്ട് കൊടുക്കുന്നത്. 3 ടൈം, രാവിലെ, ഉച്ചക്ക്, വൈകിട്ട് നമ്മൾ 3 ടൈം ആ ഫീഡ് അത് ആർട്ടിമിയ കൊടുക്കും. അത് കൂടാതെ ഇവർക്ക് ഒരു പൗഡർ ഫീഡ് ഉണ്ട്, 100 സൈസ് എന്ന് പറയുന്ന ആ ഫീഡ്, പൗഡർ ഫീഡ് നമുക്ക് ഫീഡുകൾ നമ്മൾ കുറേ ഫീഡുകൾ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഫീഡ് കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ നമ്മൾ നാട്ടിൽ നിന്ന് ആയാലും കൊണ്ടുവരും, പിന്നെ വേറെ ഫാമുകൾ അങ്ങനെ നോക്കിയിട്ട് കൂടുതലും നാട്ടിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രിൻസിലിൻ്റെ ഫീഡുകൾ, അതുപോലെ തന്നെ ആർട്ടീമിയ, റെഡ് റിങ്ങിൻ്റെ ആർട്ടീമിയ, കോസ്റ്റ്ലി ഫീഡുകൾ തന്നെ ഇതിനെല്ലാം കൊടുക്കണം. ആർട്ടീമിയൊക്കെ മരുന്നുകളുണ്ട്. നമ്മൾ അത് രോഗം വരുമ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അതിനുള്ള നമുക്ക് വൈറ്റ് സ്പോട്ട്, അതുപോലെ തന്നെ പിൻ റൂട്ട്, അങ്ങനത്തെ ഒരുപാട് രോഗങ്ങൾ വരും, ടൈൽ റൂട്ടുകൾ. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനേതായുള്ള ഒരു മരുന്നുകൾ, അപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. നല്ല തണുപ്പായി കഴിഞ്ഞാൽ വൈറ്റ് സ്പോട്ട് വരും കുട്ടികൾക്ക്. നല്ല തണുപ്പായി കഴിഞ്ഞാൽ ചൂടത്തങ്ങനെ രോഗങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ടില്ല. ഇവിടെ നമുക്ക് തണുപ്പാണ് നമുക്ക് മീനുകളെ കെയർ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. ചൂട് ടൈമിൽ അവർക്ക് ഗ്രോത്ത് കയറിക്കോളും. വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. തണുപ്പ് ടൈമിൽ ഈ പറഞ്ഞ മാതിരി കൂടുതലും വൈറ്റ് സ്പോട്ടാണ് വരാം. വൈറ്റ് സ്പോട്ട് കൂടുതലായിട്ട് വരും. തണുപ്പ് കൂടി അവർ ഡെഡായി പോകും. അപ്പോൾ അത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ ചെറിയ കുട്ടികൾക്ക് വരെ വരാം. ഇവർക്ക് ഈ കോഴിക്കാർപ്പിൻ്റെ കുട്ടികൾക്കൊക്കെ വളരെ പൊതുവെ കുറവാണ് അത് വരുന്നത്. ഗോൾഡ് ഫിഷിനും അങ്ങനെ വരാത്തതാണ്. പക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷത്തെ സീസണിൽ നമുക്ക് ഗോൾഡ് ഫിഷിന് വന്നു വിടാം. പക്ഷെ അത് ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കണ്ടുകൊണ്ട് നമുക്കത് ട്രീറ്റ് ചെയ്ത് ഫുള്ള് ഫിഷ് ഇത് നമ്മൾ ഭാരപ്പെട്ട പണിയല്ല. പക്ഷേ ഇതിൻ്റെ പുറകിൽ കൂടെ നന്നായി നിൽക്കണം. നമ്മൾ ഫിഷുകളെ നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യണം. കുട്ടികളെ നൂരാക്കാൻ പാടില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം. ഇപ്പോൾ ഒരു പൊടിക്കാറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്. നാട്ടിലങ്ങനെ അതിൻ്റെ നാട്ടിൽ മഴ വരുമ്പോഴൊക്കെ കുറച്ചൊക്കെ ഉള്ളൂ. ഇവിടെ നമുക്ക് പൊടിക്കാറ്റ് വന്നാലും ചൂട് വന്നാലും, കാരണം ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വെയിൽ വന്നാൽ കുറച്ച് വെള്ളമുള്ളൂ, നമുക്കിതൊക്കെ ചൂടാവും. ഫസ്റ്റ് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ഇവരെ ബ്രീഡ് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നമ്മൾ പറഞ്ഞില്ലേ ഇതേപോലെ ബ്രീഡ് ചെയ്യിപ്പിക്കുമ്പോൾ ഇതേപോലത്തെ നെറ്റ്, ഈ നെറ്റുകളാണ് നമ്മൾ ഇവർക്ക് എഗ്ഗ് കളക്ട് ചെയ്യാൻ വേണ്ടി ഈ നെറ്റായിട്ട് കൊടുക്കുക. ഈ നെറ്റ് കൊണ്ടുവന്ന് ഇതിലേക്ക് വെക്കും. ഇതിൽ വെച്ചിട്ട് ഈ എയറേഷനും കൊടുത്ത് ഈ മുട്ടകൾക്ക് ഫംഗസ് വരാണ്ടിരിക്കാൻ വേണ്ടി മെത്തിലിൻ ബ്ലൂ ഉണ്ട്. മെത്തിലിൻ ബ്ലൂവിൻ്റെ ലിക്വിഡ് നമ്മൾ എല്ലാത്തിനും ഒന്ന് ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം ഒരു 3-4 ദിവസത്തിനുള്ളിൽ, ഇപ്പോൾ തണുപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹീറ്റർ ഇട്ട് കൊടുക്കും. ഇവിടെ ഇപ്പോൾ ഹീറ്റർ ഇട്ടിട്ടില്ല, അപ്പം ഹീറ്റർ ഇട്ടിട്ടുണ്ട്. ഇവിടെ വേറെ കുഴപ്പമില്ല. ഇവിടെ ഇതിൻ്റെയൊക്കെ തണലുള്ള കജുവിൻ്റെ തണലുള്ള ആരും കുഴപ്പമില്ല. എന്നിട്ട് ഫ്രീസിങ് ആയി കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിയുമ്പോൾ ഈ നെറ്റുകൾ നമ്മളടുത്ത് മാറ്റും. അതെടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ അത് മാറ്റി കഴിഞ്ഞാൽ ഡെയിലി എക്സ്ചേഞ്ച് കൊടുക്കും. ഡെയിലി എക്സ്ചേഞ്ച് കൊടുക്കും. ഡെയിലി കൊടുക്കും. ഈ ഫിഷിൻ്റെ നേരെ താഴെ ഒരു ഓറഞ്ച് കളർ കാണാൻ പറ്റും. ആ ഫിഷിനെ നോക്കിയാൽ ഇതിൻ്റെ കിട്ടില്ല. അതിൻ്റെ ഇവർ നമുക്ക് ചെറിയ സ്റ്റേജിൽ നമുക്കൊരു ഫീഡ് എടുക്കണുണ്ടോ ഇല്ലയെന്ന് നോക്കണത് നമ്മൾ അങ്ങനെയാണ്. ഫീഡ് കൊടുത്തതിന് ശേഷം ഇവർ നോക്കുമ്പോൾ ഇവരുടെ ബാക്കിൽ ഇവരെ ബോഡിയിൽ ആ ഫീഡ് കാണാൻ പറ്റും. അപ്പോൾ ആ ഫീഡ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ടൈമിലേക്ക് നമ്മൾ ഒന്നുകൂടി കൂട്ടിയിട്ട് കൊടുക്കും. ഓക്കെ, ഇത് എല്ലാതും ഏഞ്ചൽ വെറൈറ്റീസാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ പെയറുകളാണ് ഇതെല്ലാവരും. ഇവരെല്ലാവരും ആ പൈപ്പിലില്ലേ PVC പൈപ്പിൽ എഗ്ഗ് ചെയ്തിട്ട് ആ എഗ്ഗ് നമ്മൾ കളക്ട് ചെയ്ത് മാറ്റി വേറെ ടാങ്കിലേക്ക് വെക്കും. എന്നിട്ട് അതിലാണ് ഈ കുട്ടികളെ നമ്മൾ തന്നെ വിരിയിച്ച് എടുക്കുന്നത്. കാണിച്ചു തരാം. ഇത് ഓൾറെഡി എഗ്ഗ് ചെയ്ത് വെച്ചിരിക്കുന്നത് പൈപ്പിൽ കണ്ട അത് മുട്ടയാണ്, അവരെ മുട്ടയാണ്. അവർ എഗ്ഗ് ചെയ്തതിന് ശേഷം ആ എഗ്ഗ് നമ്മൾ ഇതിപ്പോൾ ഇന്ന് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ എഗ്ഗ് എടുത്തിട്ട് നമ്മൾ ഈ മുകളിലെ ടാങ്കിലേക്ക് മാറ്റും. മുകളിലെ ടാങ്കിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതിനകത്ത് മെത്തിലിൻ ബ്ലൂ അല്ലെന്നുണ്ടെങ്കിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിക്കും. എന്ന് വെച്ചാൽ ഫംഗസ് കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് അത് ഒഴിച്ചു കൊടുത്ത് ഒരു 7-8 ദിവസത്തിനുള്ളിൽ ഇവർ ഫ്രീസിങ് ആയിക്കോളും. അതുപോലത്തെ കുട്ടികളാണ് ഈ കാണുന്നത്. ഇതെല്ലാം അല്ലേ ഇതിൻ്റെ കുട്ടികളാണിത്. അതിൻ്റെ അടുത്ത സ്റ്റേജ് കുറച്ച് വലുപ്പമായത് സ്റ്റേജ്, അതുപോലുള്ള ഓരോ സ്റ്റേജുകളാണത്. അല്ലേ അവർ തന്നെ എഗ്ഗ് കുട്ടികളെ അവർ തന്നെ കെയർ ചെയ്യും ശരിക്കും. അല്ലേ അതിനെപ്പറ്റി തന്നെ നിൽക്കണത് എഗ്ഗിനോട് ചേർന്ന് തന്നെ. ഈ കാണുന്ന മിഷണറീസിൻ്റെ ഉള്ളിൽ താറാമുട്ട വിരിയിക്കാൻ വെച്ചിരിക്കുന്നതാണ് ഇൻക്യുബേറ്ററാണത്. നിങ്ങളിപ്പോൾ ആ കേൾക്കുന്ന കരകര സൗണ്ട് ഉണ്ടല്ലോ, ആ മൂളിച്ചുള്ള സൗണ്ട്, അത് വെള്ളത്തിൽ ആ ബബിൾസ് എയർ സർക്കുലേഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ മിഷണറീസിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇത് ഗപ്പിയാണോ? ഇതെല്ലാം ഗപ്പീസാണ്. ഇത് ഗപ്പിയാണ്. ഇതെല്ലാം റെഡ് ഗപ്പിയുണ്ട്,
പിന്നെ റെഡ് ഉണ്ട്, നിയോൺ ബ്ലൂ, പ്ലാറ്റിനം യെല്ലോ, കോബ്ര, പല വെറൈറ്റീസ്. ഓ അത് ശരി. 3-5 വെറൈറ്റി ആണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഇതിപ്പോൾ ഇതിൽ റെഡാണ് കൂടുതലുള്ളത്. അപ്പുറത്ത് വേറെ ഉണ്ട്. ഓക്കെ. ഇവിടെ വന്ന് ഈ നെറ്റിൽ വന്നിരുന്നിട്ട് ബ്രീഡ് ചെയ്ത് കുട്ടികൾ ഇതിലിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇവർ തന്നെ കുട്ടികൾ അപ്പം തന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒരു കുട്ടികളെ തിന്നും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ നമ്മുടെ ചാക്കിൻ്റെ ഇട്ടിരിക്കും. പിന്നെ അത് കയറിയിരിക്കുമോ? അപ്പോൾ അതിൽ കുട്ടികൾ ഇതിൽ കയറിയിരുന്നോളും. ഇവിടെ ഉണ്ട്, ഇതിൻ്റെ അടിയിൽ കുട്ടികളുണ്ട്. കണ്ട അല്ലേ? ഓക്കെ. ഇത് ബ്ലാക്ക് മോളി, ബ്ലാക്ക് മോളിയ. ഓക്കെ. ബ്ലാക്ക് വൈറ്റ്. ഓക്കെ. ഇവിടെ ഇപ്പോൾ നാട്ടിൽ ഇവിടെ മിക്സ് ആയിട്ട് ഇറങ്ങിയാലും പ്രശ്നമല്ല. അത് കുട്ടികൾ തിന്നുന്നത് അങ്ങനെ അവർ കുട്ടികളാണ്. പ്രശ്നം വെക്കുമല്ലോ. അല്ല, ഇവർ ലൈവ് ബ്രീഡ് എല്ലാം ഈ കുട്ടികൾ മാറ്റി. അപ്പോൾ അത് ഒരുപാട് കുറവായില്ലേ കിട്ടുന്നത് കുട്ടികളാണ്? അല്ലെന്നേ, ഒരു ദിവസം ഒരു 1000 കുട്ടി വരാൻ കിട്ടും ഈ കാണുന്നുണ്ട്. ഈ കറുത്ത് കാണുന്ന ഒരു ഫിൽറ്ററാണ്. ഇതിലൂടെ വെള്ളം കടത്തി വിട്ടിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന 2 ഫാനിലൂടെ ഈ എയറിനെ വലിച്ചെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ നിലനിർത്തിക്കൊണ്ട് പോകുന്നതാണ് ഇതിൻ്റെ സിസ്റ്റം. കണ്ടില്ലേ? കൈ കൊണ്ട് പതുക്കെ ചെയ്യാനുള്ളല്ലേ? ശ്രമകരമായ പണിയാണ്. ഇതേപോലെ എല്ലാം ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്ത് പറഞ്ഞ വെള്ളം നമ്മൾ രാത്രി ചേഞ്ച് ചെയ്യും. പകല് മാത്രം ക്ലീനിങ്, പകല് സൈഫൺ ചെയ്തിടും. വെള്ളം അത്രയും കംപ്ലൈന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റും. പകല് മാറ്റും. ഒരുപാട് ടൈം എടുക്കൂലേ ഇത്? ഇത് ടൈം എടുക്കും. അതാ പറഞ്ഞ ഇത് അത്രയും ചെയ്യണം. ഇതിലാണ് നമ്മൾ ചെറിയ കുട്ടികളെ കണ്ടില്ലേ, ഷാർക്കിന്റെ, സീബ്ര, ഏത് ഫിഷിന്റെ ആയാലും ചെറിയ കുട്ടികൾക്ക് ഇതിൽ ആണ് നമ്മൾ ആർട്ടീമിയ ഹാച്ച് ചെയ്യണം. എഗ്, ഒരു ആർട്ടീമിയ എഗ് ഉണ്ട്. എഗ് ഇതിൽ നമ്മൾ 24 hour, അതായത് സാധാ നോർമൽ വാട്ടറിൽ നമ്മൾ സോൾട്ട് ഇട്ട് ഉപ്പിട്ടിട്ട് അതിൽ നമ്മൾ ഈ ആർട്ടീമിയുടെ സിസ്റ്റം ഇട്ട് pH കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് ഇത് നമ്മൾ 24 hour എയറേഷനും ഹീറ്റ് ഉള്ളതാണ്. എയറേഷൻ ഹീറ്റും വെച്ച് 24 hour ഇട്ട് കഴിയുമ്പോൾ ഇത് ഈ സിസ്റ്റ് ഹാച്ച് ആയതിനു ശേഷം ഈ കാണുന്ന 2 നെറ്റില്ലേ, ഈ 2 നെറ്റ് വെച്ചിട്ട് നമ്മൾ ഇവരെ കളക്ട് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് ബാക്കിൽ ഈ വാൽവ് ഉണ്ട്. ഈ വാൽവ് ഓപ്പൺ ആക്കി വരും. അപ്പൊ എഗ്ഗിന്റെ സിസ്റ്റ് ഫുള്ള് ടോപ്പിൽ നിൽക്കും. ആ വിരിഞ്ഞ ആർട്ടീമിയ ഫുള്ള് താഴ്ത്തേക്ക് വരും. അത് നമ്മൾ നല്ല വെള്ളത്തിൽ നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കണം. ചേട്ടോ, ഇതിപ്പോൾ എത്ര നേരം എടുക്കും ഒരു ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്? എന്നാലും ഒരു 10-20 മിനിറ്റ് കൂടെ എടുക്കത്തില്ലേ? അത്യാവശ്യം കഠിനമായ പണിയാണല്ലേ? ചേട്ടൻ്റെ പേരെന്താ? അഷ്ടമൂർത്തി. നല്ല കഠിനമായ ജോലിയാണല്ലേ? എന്താണ് പേര്? പ്രജ്വൽ. നാട്ടിലെവിടെയാ? തൃശ്ശൂർ. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി? 2 വർഷത്തോളമായി. വിഷ്മാമിയിലെ നല്ല ആത്മാർത്ഥമായി പണിയെടുക്കുകയാണ്. ഈ ഫാമിൻ്റെ മറുവശത്ത് വലിയ മീനുകളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കുളങ്ങളുണ്ട്. കുറച്ച് കുളങ്ങളിലെല്ലാം വെള്ളമില്ല, അത് ക്ലീനാക്കി ഇട്ടിരിക്കുകയാണ് അവർ അടുത്ത മീനെ വളർത്താൻ വേണ്ടിയിട്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി ആ സെറ്റപ്പ് ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് മീനുകളൊന്നും വെള്ളത്തിൻ്റെ മുകളിലില്ല. മീനിനെല്ലാം വെള്ളത്തിൻ്റെ അടിയിലാണ്. തന്നെയല്ല, വെള്ളം അത്ര ക്ലീൻ ആയിട്ടല്ല കിടക്കുന്നത്. ഇതിപ്പോൾ ക്ലീൻ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അവർ ഇന്നത് ക്ലീൻ ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാൻ ഇവിടെ സമയമില്ല. ഈ കാണുന്ന 2 മോട്ടോറുകളാണ് ഈ ഫാമിലേക്ക് ആവശ്യമായ എയർ സർക്കുലേറ്റ് ചെയ്യുന്നത്. അരമണിക്കൂർ കൂടുമ്പോൾ ഈ മോട്ടോറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വർക്ക് ചെയ്യും.
ഈ ഫാമിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുഴിച്ചിട്ടുള്ള 4 ബോർവെൽ വഴിയാണ്. ഈ ബോർവെല്ലിൽ നിന്ന് വരുന്ന വെള്ളം ഫിൽട്ടർ ചെയ്ത് 100% പ്യൂറാക്കിയതിന് ശേഷമാണ് വെള്ളം ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ഈ ഫാമിൽ താറാവിൻ്റെ കുഞ്ഞുങ്ങളും ഗിനിക്കോഴികളും മയിലും ഒക്കെയുണ്ട്. നമ്മൾ ആദ്യം കണ്ട ഇൻക്യുബേറ്ററിൽ വിരിയിച്ചിറക്കിയ കുഞ്ഞുങ്ങൾ വലുതായിട്ടുള്ളതാണ് ഈ താറാവുകളും ഗിനിക്കോഴികളുമെല്ലാം. അതിൽ മയിലിൻ്റെ മുട്ട മാത്രം ഇവിടെ വിരിയിക്കുന്നതല്ല എന്നുള്ള പ്രത്യേക കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതോടുകൂടി ഈ ഫാം സ്റ്റേയിൻ്റെയും ഈ ഫിഷ് ഫാമിൻ്റെയും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.